നെക്സ്റ്റ് ഒരു ഗ്രാഫാണ്. നോക്കൂ, നമ്മൾ ഹിസ്റ്ററിസിസ് ലൂപ്പ് കണ്ടതാണ്. ഐഡൻറ്റിഫൈ ദ മെറ്റീരിയൽ. അത് സ്റ്റീൽ ഏത്, സോഫ്റ്റ് അയൺ ഏത് എന്നാണ് ക്വസ്റ്റ്യൻ. ഇപ്പോൾ ഹിസ്റ്ററിസിസ് ലൂപ്പ് ഫോർ സോഫ്റ്റ് അയൺ ആൻഡ് സ്റ്റീൽ. ഇതിനകത്ത് ഓർത്ത് വയ്ക്കുക, സ്റ്റീലിൻ്റെ ഹിസ്റ്ററിസിസ് ലൂപ്പിൻ്റെ ഏരിയ കൂടുതലായിരിക്കും, സോഫ്റ്റ് അയണിൻ്റെത് കുറവായിരിക്കും. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ അറിയാം, സ്റ്റീലിനെ കണ്ടല്ലോ, അതിൻ്റെ ഹിസ്റ്ററിസിസ് ലൂപ്പ് വലുതാണ്. സ്റ്റീലിൻ്റെ ആണെങ്കിൽ അത് ഈ ഏരിയ കുറവാണ്. അപ്പോൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറഞ്ഞാൽ മെലിഞ്ഞിരിക്കുന്ന ഇതാരാണ്, സോഫ്റ്റ് അയണിൻ്റെതും, ഇനി വണ്ണത്തിനിരിക്കുന്നത് ആരുടെയാണ്, സ്റ്റീലിൻ്റെതാണ്. അപ്പോൾ അത് ഓർത്ത് വെച്ചേക്കുക. പിന്നെ നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. സി ഹിയർ യു ക്യാൻ ഫൈൻഡ് എ ഗ്രാഫ് കാണാൻ പറ്റുന്നുണ്ട്. സി രണ്ട് മെറ്റീരിയൽസ് ഉണ്ട് നമ്മുടെ കയ്യിൽ, എയും പിന്നെ ബിയും, രണ്ട് മെറ്റീരിയൽസ് കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, ഇതിൻ്റെ എച്ച് വേഴ്സസ് ഐ ആണ് കാണുന്നത്. എച്ച് വേഴ്സസ് ഐ എന്ന് പറഞ്ഞാൽ ഇൻറ്റൻസിറ്റി ഓഫ് മാഗ്നറ്റൈസേഷൻ, നമ്മുടെ എം തന്നെ. അപ്പോൾ എം തന്നെയാണ്. അപ്പോൾ അതിന് പകരം നമുക്ക് വേണമെങ്കിൽ എം എന്ന് മാർക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഐക്ക് പകരം നിങ്ങൾക്ക് കൺഫ്യൂഷൻ വേണ്ട, ഇനി എം ഇരുന്നോട്ടെ. അപ്പോൾ ഇവിടെ എമ്മും പിന്നെ ഇവിടെ എച്ചും. ഓക്കെ, അപ്പോൾ ഇതാണ് തന്നിരിക്കുന്നത്. ഏതാണ് മെറ്റീരിയൽ എ ഏത്, മെറ്റീരിയൽ ബി ഏത്? ഒന്നുമില്ല. ഞാൻ ഒരു കാര്യം പറയാം, നമ്മൾ നേരത്തെ പഠിച്ച സംഭവം ഞാൻ പറയാം, നിങ്ങൾ നോക്ക്. ഇതേപോലെ ഒരു ഗ്രാഫ് ഇരിക്കുകയാണ്. ഇവിടെ എച്ചും ഉണ്ട്, ഇവിടെ എമ്മും ഉണ്ട്. ഓക്കെ, നമ്മുടെ ഗ്രാഫ് ഇതാ ഇങ്ങനെയാണ്. ഗ്രാഫ് ഇതാണ്. ഈ ഗ്രാഫിൻ്റെ ഇവിടുത്തെ ഈ ആംഗിൾ തീറ്റയെന്ന് എടുത്താൽ ഇതിൻ്റെ സ്ലോപ്പ് കണ്ടുപിടിക്കണം. സ്ലോപ്പ് നിങ്ങൾ നോക്കൂ. സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ എം ആണ്, അഡ്ജസൻറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ എച്ച് ആണ്. ഓക്കെ, അപ്പോൾ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ എം ബൈ എച്ച് ആണ്. ഈ എം ബൈ എച്ച് എന്ന് പറഞ്ഞാൽ കൈ അല്ലേടാ, സസെപ്റ്റിബിലിറ്റി അല്ലേ, സസെപ്റ്റിബിലിറ്റിയാണ്. അപ്പോൾ ഓർത്ത് വയ്ക്കാനുള്ള ഒരു പോയിന്റാണ്, ഈ ഗ്രാഫിൻ്റെ സ്ലോപ്പ് എടുത്താൽ എന്ത് കിട്ടും, സസെപ്റ്റിബിലിറ്റി കിട്ടും. ഇത്രയെങ്കിലും കോമൺ സെൻസ് ഉള്ളവന് മനസ്സിലാവുമല്ലോ. സോ സ്ലോപ്പ് ഓഫ് ദ ഗ്രാഫ് ഗീവ്സ് സസെപ്റ്റിബിലിറ്റി. അപ്പോൾ ഇതിനകത്ത് കാണുമ്പോഴത്തേക്ക് നമുക്കറിയാം, ഇത് എ, ഇത് ബി. ഇതിൻ്റെ അകത്ത് സ്ലോപ്പ് ആർക്കാ കൂടുതൽ, സ്ലോപ്പ് ഈസ് മോർ ഫോർ ബി. ബിയുടെ സ്ലോപ്പാണ് കൂടുതൽ. സ്ലോപ്പ് ഓഫ് ബി മോർ, ബിയുടെ സ്ലോപ്പാണ് കൂടുതൽ. അതായത് സസെപ്റ്റിബിലിറ്റി ഓഫ് ബി മോർ ദാൻ സസെപ്റ്റിബിലിറ്റി ഓഫ് എ. ബിയുടെ സസെപ്റ്റിബിലിറ്റി കൂടുതലും എയുടെ സസെപ്റ്റിബിലിറ്റി കുറവാണ്. ഓക്കെ, നമ്മൾ പാര, ഡയ, ഫെറോ സാധനങ്ങളൊക്കെ പഠിച്ചു. സസെപ്റ്റിബിലിറ്റി, പാരയുടെ ഓർമ്മയുണ്ടോ? പാരയുടെ സസെപ്റ്റിബിലിറ്റി എങ്ങനെയാ? പാരയുടെ സസെപ്റ്റിബിലിറ്റി സ്മോൾ, ഓർമ്മയുണ്ടോ? സസെപ്റ്റിബിലിറ്റി സ്മോൾ എന്താണ്, സ്മോൾ എന്നല്ലേ പഠിച്ചേ? ഇനി സ്മോൾ പോസിറ്റീവ്. അടുത്ത് ഫെറോയിഡ് എങ്ങനെയാണ് പഠിച്ചേ? ഫെറോയിഡത് ഹൈ പോസിറ്റീവ് എന്നാണ് പഠിച്ചത്. ഇപ്പം രണ്ടുപേരുടെയും സസെപ്റ്റിബിലിറ്റി വാല്യൂ എന്താണ്? പോസിറ്റീവ് തന്നെ. ഒരെണ്ണത്തിൻ്റെത് ചെറുതും ഒരെണ്ണത്തിൻ്റെ വലുതും. അപ്പം നിങ്ങൾ തന്നെ പറയും, സ്ലോപ്പ് ഗീവ്സ് സസെപ്റ്റിബിലിറ്റി. അപ്പം സ്ലോപ്പ് കൂടുതലായാൽ സസെപ്റ്റിബിലിറ്റി വാല്യൂ കൂടുതൽ. ഇനി ഇവിടുത്തെ സ്ലോപ്പ് രണ്ടും പോസിറ്റീവ് സ്ലോപ്പാണ് അല്ലേ? അപ്പം രണ്ടിൻ്റെയും സ്ലോപ്പ് പോസിറ്റീവ് ആണ്. അപ്പം രണ്ടിൻ്റെയും സസെപ്റ്റിബിലിറ്റി വാല്യൂ പോസിറ്റീവ് ആണെന്ന് ഐഡൻറ്റിഫൈ ചെയ്തു. ഇനി സസെപ്റ്റിബിലിറ്റി കൂടുതലുള്ളത് ബിക്കാണ്. സസെപ്റ്റിബിലിറ്റി കൂടുതലുള്ള മെറ്റീരിയൽ ഏതാ? ഫെറോ. സസെപ്റ്റിബിലിറ്റി കൂടുതലുള്ള മെറ്റീരിയൽ ഏതാ? ഫെറോ. അപ്പോൾ ബി ഫെറോയും ഇത് എന്തുമായിരിക്കും? പാരയായിരിക്കും. അപ്പോൾ പാരയാവരുത് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇത് ഫെറോ, പിന്നെ ഇപ്പുറത്തിരിക്കുന്നത് പാര. ഇല്ലാതാക്കരുത്. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. സോ ലിസൺ പ്രോപ്പർലി. സോ ദിസ് ഈസ് എ ഗ്രാഫ്. സി ദിസ് ആംഗിൾ ക്യാൻ ബി ടേക്കൺ ആസ് തീറ്റ. See, tan theta is a slope, opposite side by adjacent side, so it is m by h. M by h is chi. Chi is susceptibility. Appo slope gives susceptibility, no doubt. Then here slope is more for b. Steeper ആയിട്ടുള്ള ഗ്രാഫ് അതാണ്. So slope is more for b. So susceptibility is more for b. അതിനകത്തൊന്നും ഡൗട്ട് ഇല്ല. Then you know the properties of para and ferro. So what about paramagnetic material? Susceptibility value will be small but positive. What about ferro? High and positive. അപ്പോൾ രണ്ടിൻ്റെയും വാല്യൂ പോസിറ്റീവ് ആണ്. പാരയുടെ ആകുമ്പോൾ സ്മോൾ ആണ്, ഫെറോയുടെ ആകുമ്പോൾ ഹൈ ആണ്. അപ്പോൾ ഹിയർ സ്ലോപ്പ് ഈസ് പോസിറ്റീവ്. അപ്പോൾ സസെപ്റ്റിബിലിറ്റി ഈസ് പോസിറ്റീവ് ഫോർ ബോത്ത്. അപ്പോൾ ഇത് പാരയോ ഫെറോയോ ആണ് മെറ്റീരിയൽ. ഇനി കൂടുതലുള്ളത് ഏതാണ്? ഫെറോ അല്ലേ? അപ്പോൾ ഇതിൻ്റെ കൈ വാല്യൂ കൂടുതലുള്ളവൻ
എന്താണ് ഫെറോ. അപ്പോൾ ബി ഫെറോ, എ എന്താണ് പാരയാണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ആണ് വൈബ്രേഷൻ മാഗ്നറ്റോമീറ്റർ. വൈബ്രേഷൻ മാഗ്നറ്റോമീറ്റർ എന്ന് പറഞ്ഞാൽ എർത്തിൻ്റെ ഹൊറിസോണ്ടൽ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാനും രണ്ട് മാഗ്നറ്റുകളുടെ മാഗ്നറ്റിക് മൊമെൻറ്റ്സ് കമ്പയർ ചെയ്യാനും നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ഡിവൈസാണ് വൈബ്രേഷൻ മാഗ്നറ്റോമീറ്റർ. ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. സോ വാട്ട് ഈസ് ദ യൂസ് ഓഫ് വൈബ്രേഷൻ മാഗ്നറ്റോമീറ്റർ? ഇറ്റ് ഈസ് യൂസ്ഡ് ടു കാൽക്കുലേറ്റ് ഹൊറിസോണ്ടൽ ഫീൽഡ് ഓഫ് എർത്ത് ആൻഡ് ഇറ്റ് ഈസ് യൂസ്ഡ് ടു കമ്പയർ മാഗ്നറ്റിക് മൊമെൻറ്റ്സ് ഓഫ് ടു മാഗ്നറ്റ്സ്. രണ്ട് മാഗ്നറ്റിൻ്റെ മാഗ്നറ്റിക് മൊമെൻറ്റ്സ് കമ്പയർ ചെയ്യാനാണ് ഈ ഡിവൈസ് ഉപയോഗിക്കുന്നത്. ഇനി നമ്മളിവിടെ ഉപയോഗിക്കുന്ന സംഭവം നോക്കൂ. നമ്മുടെ ഒരു മാഗ്നറ്റിനെ എടുത്തിട്ട് ഒരു എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിൽ കെട്ടിത്തൂക്കിയാൽ ഇറ്റ് ഓസിലേറ്റ്സ്. സോ നമുക്ക് എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് എർത്തിൻ്റെ ഫീൽഡാണെങ്കിലോ, എർത്തിൻ്റെ ഫീൽഡിലാണ് നമ്മൾ കെട്ടിത്തൂക്കുന്നെങ്കിലോ എന്നാലും അത് ഓസിലേറ്റ് ചെയ്യും. ഓസിലേഷൻ്റെ ടൈം പീരീഡ് ആണല്ലോ ഇക്വേഷൻ പറ 2π√I/mb എന്നാണ്. 2π√I/mb നമുക്ക് ഫെമിലിയർ ആണ്. ഇവിടെ എർത്തിൻ്റെ ഫീൽഡിലാണ് കിട്ടുന്നതെങ്കിൽ ഇവിടെ നമുക്ക് കിട്ടുന്നത് എർത്തിൻ്റെ ഹൊറിസോണ്ടൽ ഫീൽഡാണ്. അപ്പോൾ ബിക്ക് പകരം BH എന്ന് എഴുതും. ഓക്കെ, ഇനി ഞാൻ ആദ്യം ഒരു മാഗ്നറ്റിനെ കെട്ടിത്തൂക്കി അത് ഓസിലേറ്റ് ചെയ്ത് കേട്ടോ. അതിൻ്റെ ടൈം പീരീഡ് T1 ഈസ് ഈക്വൽ ടു 2π√I/mBH എന്നാണ്. ഓക്കെ, അപ്പോൾ ഒരു മാഗ്നറ്റിനെ മാത്രം നമ്മൾ കെട്ടിത്തൂക്കുകയാണ്. ഓക്കെ, ആ മാഗ്നറ്റിൻ്റെ മാഗ്നറ്റിക് മൊമെൻറ്റ് ഞാൻ M1 എന്ന് വിളിച്ചു. ഇനി അടുത്തത് രണ്ടാമതൊരു മാഗ്നറ്റ് എടുത്തു. ഐഡൻറ്റിക്കൽ ഷേപ്പിലുള്ള മാഗ്നറ്റാണ്. അതിനെയും ഇതുപോലെ കെട്ടിത്തൂക്കിയപ്പോൾ കിട്ടിയ ടൈം പീരീഡ് എന്ന് പറയുന്നത് 2π√I/mBH എന്ന് തന്നെയാണ്. ഇവിടെ M എന്ന് പറയുന്നത് M2 ആണ്. ഓക്കെ, ഇപ്പം രണ്ട് മാഗ്നറ്റിൻ്റെയും എന്താണ് സെയിം ആയിരിക്കുന്നത്? മൊമെൻ്റ് ഓഫ് ഇനർഷ്യ സെയിം ആണ്, പക്ഷേ മൊമെൻറ്റ്സ് ഡിഫറൻ്റ് ആണ്. മൊമെൻ്റ് ഓഫ് ഇനർഷ്യ സെയിം ആണ്. ഇനി മൊമെൻറ്റ്സ് മാഗ്നറ്റിക് ഡൈപോൾ മൊമെൻറ്റ്സ് ഡിഫറൻ്റ് ആണ്. അപ്പോൾ M1 M2 ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിന് രണ്ടും സെപ്പറേറ്റ് ആയിട്ട് മാഗ്നറ്റിക് ഫീൽഡ് എർത്തിൻ്റെ മാഗ്നറ്റിക് ഫീൽഡിൽ കെട്ടിത്തൂക്കിയാലുള്ള ടൈം പീരീഡാണ് ഇപ്പോൾ എഴുതിയിരിക്കുന്നത്. ഇനി രണ്ടും തമ്മിൽ ഡിവൈഡ് ചെയ്യാം. ഇക്വേഷൻസ് തമ്മിലൊന്ന് ഡിവൈഡ് ചെയ്താൽ സിമ്പിൾ കേസ്, ആരും ചോദിക്കുന്നില്ല. ഇപ്പോൾ T1/T2 എടുത്താൽ എന്ത് വരും പറയൂ? ഇതേ ബൈ ഇത്. അപ്പോൾ ഏതൊക്കെ വെട്ടിപ്പോകുന്നത് നിങ്ങൾ പറ. അപ്പോൾ ഈ സാധനത്തിൽ കോമൺ ആയിട്ടുള്ളത് എല്ലാം വെട്ടി. ഇതേ ഒന്നും ചെയ്ത് സമയം നശിപ്പിക്കരുത്. ഇതേ ഡിവൈഡഡ് ബൈ ഇത്. ഇപ്പോൾ 2π കോമൺ വെട്ടിപ്പോവും, I വെട്ടിപ്പോവും. ഓക്കെ, BH വെട്ടിപ്പോവും. ബാക്കി ആദ്യത്തെ അകത്ത് എന്തുണ്ടെന്ന് മാത്രം എഴുതിയാൽ മതി. എന്താണ്? റൂട്ട് ഓഫ് പറ. I ഒക്കെ വെട്ടിപ്പോയി 1/M1 എന്ന് വരും. ഓക്കെ, ഡിവൈഡഡ് ബൈ രണ്ടാമത്തെ എന്താണ്? റൂട്ട് ഓഫ് 1/M2 എന്ന് വരും അല്ലേ. അപ്പോൾ T1/T2 ഈസ് ഈക്വൽ ടു പറ. ഇതിനെ ഞാൻ ഒന്ന് റെഡിയാക്കാം. റൂട്ട് ഓഫ് 1/M1 ഡിവൈഡഡ് ബൈ ഇതെന്നാണ്. അപ്പോൾ ഇൻറ്റു റൂട്ട് ഓഫ് M2/1 എന്നാവും. അപ്പോൾ T1/T2ൻ്റെ ആൻസർ എന്ത് വരും? T1/T2 ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് M2/M1 എന്ന് വരും. ബുദ്ധിമുട്ടായിട്ട് തോന്നിയോ? ഇനി വേണമെങ്കിൽ ഇതിനെ ഒന്ന് സ്ക്വയർ ചെയ്യാം. സ്ക്വയർ ചെയ്താൽ എന്ത് വരും? T1² ഈസ് ഈക്വൽ ടു എന്തെന്ന് വരും? M2/M1 എന്നായില്ലേ. അപ്പോൾ ഇങ്ങനെയൊക്കെ ഇക്വേഷൻസ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇത് നമ്മൾ എവിടെ യൂസ് ചെയ്യുന്ന ഇക്വേഷൻസ് ആണ്? വൈബ്രേഷൻ മാഗ്നറ്റോമീറ്ററിൽ യൂസ് ചെയ്യുന്ന ഇക്വേഷൻസ് ആണ്. ജസ്റ്റ് അറിഞ്ഞിരിക്കുക. ബോർഡ് ഫുൾ എറൈസ് ചെയ്യാണ് ഞാൻ, നോക്കിയിട്ട് ആൻസർ പറയണം. വാട്ട് ഈസ് ദ യൂസ് ഓഫ് വൈബ്രേഷൻ മാഗ്നറ്റോമീറ്റർ? വൈബ്രേഷൻ മാഗ്നറ്റോമീറ്റർ യൂസ് എന്താണ് പറയും? ഇറ്റ് ഈസ് യൂസ്ഡ് ടു കമ്പയർ M ഓഫ് ടു മാഗ്നറ്റ്സ്. രണ്ട് മാഗ്നറ്റ്സിൻ്റെ മാഗ്നറ്റിക് ഡൈപോൾ മൊമെൻറ്റ്സ് കമ്പയർ ചെയ്യാൻ ഉപയോഗിക്കുന്നു. രണ്ടാമത്തെ എന്താണ്? ഇറ്റ് ഈസ് യൂസ്ഡ് ടു കാൽക്കുലേറ്റ് എർത്ത് ഹൊറിസോണ്ടൽ ഫീൽഡ് അറ്റ് ദ പ്ലേസ്. ഇത് രണ്ടിനുമാണ് നമ്മൾ വൈബ്രേഷൻ മാഗ്നറ്റോമീറ്റർ നോർമലി ലാബിൽ യൂസ് ചെയ്യുന്നത്. ഇനി you take a vibration magnetometer. When a magnet is suspended in a horizontal magnetic field of earth, so it will oscillate. The magnet will oscillate. What is the equation to calculate its time period of oscillation? Ni parayilla. Time period is equal to 2π√I/mb. This is the equation. Here B is BH. Then
suppose I am using two magnets in this situation. So one by one I am suspending. Okay, I am suspending the first one. So it's a time period. T1 is equal to 2 pi root of I by m1bh. Okay, then I am suspending the next magnet. Then it's a time period. T2 is equal to 2 pi root of I by m2bh. Okay, then in this situation I am using two magnets, their moment of inertia are equal. Then you are finding two equations here. You divide the equations. Divide. So T1 by T2 is equal to, common ones cancelled. Baki parnal root of 1 by BH. I'm sorry. What is it? Root of 1 by M1 divided by root of 1 by M2. So T1 by T2 is equal to, say, root of 1 by M1 divided by this becomes into root of M2 by 1. Okay, so T1 by T2 is equal to root of M2 by M1. So here you are comparing time periods. ഇനി ഇതിനൊന്ന് സ്ക്വയർ ചെയ്താൽ T1 square by T2 square is equal to എന്തെന്ന് വരും? M2 by M1. Okay, here you are comparing what? Moments. So ratio of moments is equal to T1 M2 by M1 is equal to T1 square by T2 square. ഇതൊക്കെ ജസ്റ്റ് ഓർത്തിരുന്നാൽ മതി. എവിടെയെങ്കിലും സിറ്റുവേഷനിൽ പ്രയോഗിക്കേണ്ടി വന്നാൽ എടുത്ത് പ്രയോഗിച്ചോളുക. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? സോ വാട്ട് ഈസ് എ യൂസ് ഓഫ് വൈബ്രേഷൻ മാഗ്നറ്റോമീറ്റർ? ടു കമ്പയർ ദ മൊമെന്റ്സ് ഓഫ് ടു മാഗ്നറ്റ്സ് ആൻഡ് ടു ഫൈൻഡ് ദ ഹൊറിസോണ്ടൽ കമ്പോണന്റ് ഓഫ് എർത്ത് മാഗ്നറ്റിക് ഫീൽഡ്. ഓക്കെ, ഇനി ഞാൻ പറയുന്ന കാര്യം ശ്രദ്ധിച്ച് ഇരിക്കണം. നല്ല എളുപ്പമാണ്, നിങ്ങൾക്ക് പറയാമെന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, ഞാനിവിടെ രണ്ട് മാഗ്നറ്റിനെ ഒരുമിച്ച് കെട്ടി തൂക്കുന്നു. വൈബ്രേഷൻ മാഗ്നറ്റോമീറ്ററിനകത്ത് രണ്ട് മാഗ്നറ്റിനെ കെട്ടി തൂക്കുന്നു. ആദ്യത്തെ മാഗ്നറ്റ് ഒരു വലിയ മാഗ്നറ്റാണ്, അതിൻ്റെ നോർത്ത് സൗത്ത് ഇതാണ്, നോർത്ത് സൗത്ത്. ഓക്കെ, രണ്ടാമത്തെ മാഗ്നറ്റ് അതിൻ്റെ പുറത്ത് വെച്ച്. ഓക്കെ, അതിൻ്റെ നോർത്ത് സൗത്ത് ഇത് തന്നെയാണ്, നോർത്ത് ഇത് സൗത്ത് ഇത് രണ്ടും കൂടെ കെട്ടി വെച്ചിരിക്കുകയാണ്. ഓക്കെ, എന്നിട്ട് ഇതിനെ കെട്ടി തൂക്കിയിട്ടിരിക്കുന്നു. ഓക്കെ, അവിടെ കിടക്കട്ടെ. ഇനി ഇവിടുത്തെ ടൈം പീരീഡ് പറയണം. ടൈം പീരീഡ് ആണോ ഇക്വേഷൻ പറയുക, ആരുടെ അടുത്ത് ചോദിക്കണ്ട, ഇതൊന്നും കാണാതെ പഠിച്ചോളയരുത്. ടൈം പീരീഡ് ആണോ ഇക്വേഷൻ പറയുക 2 pi root of I by m(bh) എന്നാണ് നമ്മുടെ ഇക്വേഷൻ. ഓക്കെ, എന്താ ബി എച്ച് എഴുതിയത്? എർത്തിൻ്റെ ഹൊറിസോണ്ടൽ ഫീൽഡിനാണ് കെട്ടി തൂക്കിയത്. ഓക്കെ, ഇനി ബാക്കി പറയണം. ഇവിടുത്തെ ഐ എന്താണ്? ഇവിടുത്തെ ഐ എന്ന് പറയുന്നത് ഈ മാഗ്നറ്റിന് മൊമെന്റ് ഓഫ് ഇനർഷ്യ ഉണ്ട്, അതിനും മൊമെന്റ് ഓഫ് ഇനർഷ്യ ഉണ്ട്. ഇവിടുത്തെ ടോട്ടൽ ഐ എന്ന് പറയുന്നത് I1 + I2 ആണ്. അപ്പോൾ ഈ ഇക്വേഷനിൽ ഐക്ക് വേറെ I1 + I2 ഇടണം. ഇനി ഇവിടുത്തെ എം എന്താണെന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. എം എന്താണെന്ന് ബുദ്ധിയുള്ളോ ഇപ്പോൾ പറഞ്ഞു തരും എനിക്ക്. നോക്കൂ, ഇതിനകത്ത് ഈ രണ്ട് മാഗ്നറ്റിനും ഇതിനകത്ത് ലെങ്ത് കൂടിയ മാഗ്നറ്റ് താഴെ ഇരിക്കുന്നല്ലേ, ഇപ്പം ഇവൻ്റെ മൊമെന്റ് M1 ആണെന്നിരിക്കട്ടെ, മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ്. അതിൻ്റെ ഡയറക്ഷൻ സൗത്ത് ടു നോർത്ത് ആണെന്നൊക്കെ അറിയാം. ഇതിൻ്റെത് സൗത്ത് ടു നോർത്ത്, അത് M2 ആണെന്നിരിക്കട്ടെ. ഇപ്പം രണ്ടും ഒരേ ഡയറക്ഷനിലാണ്. വാട്ട് ഈസ് എ ടോട്ടൽ ഡൈപോൾ മൊമെന്റ്? M1 + M2 അല്ലേ മക്കളെ? അപ്പോൾ ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ ടൈം പീരിയഡ് ഓഫ് ഓസിലേഷൻ ഇൻ ദിസ് സിറ്റുവേഷൻ ഇസ് ഈക്വൽ ടു 2 pi root of പറയൂ I1 + I2 ഡിവൈഡഡ് ബൈ എമ്മിന് പകരം M1 + M2. ഇനി അടുത്ത ബി എച്ചിന് പകരം ബി എച്ച് തന്നെ. ബുദ്ധിമുട്ടായിട്ട് തോന്നിയോ? അപ്പോൾ യു ക്യാൻ യൂസ് ദിസ് ഇക്വേഷൻ ഇൻ ദിസ് സിറ്റുവേഷൻ. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഇനി നമ്മുടെ മാഗ്നറ്റ്സ് ഇങ്ങനെയാണ് ഇരിക്കുന്നതെങ്കിൽ, സി വലിയ മാഗ്നറ്റ് ഇതാണ്, അപ്പോൾ നോർത്ത് സൗത്ത്. ചെറിയ മാഗ്നറ്റ് ഇതാണ്, അപ്പം നോർത്ത് സൗത്ത്. ഓക്കെ, രണ്ടിനെയും കൂടെ കെട്ടി തൂക്കിയിട്ടിരിക്കുകയാണ്, അവിടെ ഇരിക്കട്ടെ. ഇനി ഇതിൻ്റെ മൊമെന്റ് ഇതാണ്, സൗത്തിൽ നിന്ന് നോർത്തിലോട്ട്. ഇത് M1 ആണ്, ഇതിൻ്റെ മൊമെന്റ് അങ്ങോട്ടാണ്, ഇത് M2 ആണ്. ഏത് മൊമെന്റ് ആയിരിക്കും കൂടുതൽ? M1 ആയിരിക്കും കൂടുതൽ. ഡൈപോൾ മൊമെന്റ് എന്ന് പറഞ്ഞാൽ പോൾ സ്ട്രെങ്ത് ഇൻടു ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പോൾസ് എന്നല്ലേ. അപ്പോൾ ഡിസ്റ്റൻസ് കൂടുതൽ താഴെ ഇരിക്കുന്നതിലാണ്. അപ്പോൾ M1 ആണ് ഗ്രേറ്റർ ദാൻ M2. സോ M1 ഈസ് ഗ്രേറ്റർ ദാൻ M2. ഓക്കെ, നോ പ്രോബ്ലം. ഇനി വാട്ട് ഈസ് എ ഇക്വേഷൻ ടു കാൽക്കുലേറ്റ് ടൈം പീരീഡ് ഓഫ് ഓസിലേഷൻ? 2 pi root of I by m(bh) ആണ് നമ്മുടെ ഇക്വേഷൻ. ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് മാത്രമേ ശ്രദ്ധിക്കേണ്ടി. ഇവിടുത്തെ ഐ എന്താണ്? വാട്ട് ഈസ് ഐ? ഐക്ക് വേറെ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും? ടോട്ടൽ മൊമെന്റ് ഓഫ് ഇനർഷ്യ, സം ഓഫ് മൊമെന്റ് ഓഫ് ഇനർഷ്യ പറയും. അപ്പോൾ I1 + I2 അങ്ങ് എടുത്താൽ മതി. ഓക്കെ, ഇനി ഇവിടുത്തെ ടോട്ടൽ എം പറയണം. നിങ്ങൾ തന്നെ പറയുക. ഇവിടുത്തെ ഈ മാഗ്നറ്റ് ഞാൻ വരച്ചത് തിരിഞ്ഞു പോയാണ്. ഇവിടെ
സൗത്ത്. ഓക്കെ, ഇവിടെ സൗത്തും ഇവിടെ നോർത്തുമാണ്. ഇപ്പം ഇവിടെ നോർത്തും ആണെങ്കിൽ എമ്മിൻ്റെ ഡയറക്ഷൻ അങ്ങോട്ടായിരിക്കില്ലേ, അപ്പം ഇങ്ങോട്ടായിരിക്കില്ലേ മക്കളെ എം. ഓക്കെ, അപ്പം M2 ഇങ്ങോട്ടാണ്. നിങ്ങൾക്ക് മനസ്സിലായോ? അപ്പോൾ ഇവിടുത്തെ ടോട്ടൽ മൊമെൻ്റ് എന്ന് പറയുന്നത് വലുതിൽ നിന്ന് ചെറുത് മൈനസ് ചെയ്യുന്നതല്ലേ, അപ്പോൾ M1 മൈനസ് M2 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ T ഈസ് ഈക്വൽ ടു 2π റൂട്ട് ഓഫ് ഐക്ക് പകരം I1 പ്ലസ് I2, എമ്മിന് പകരം M1 മൈനസ് M2 ഇൻറ്റു BH എന്ന് ഇടണം. എന്തായാലും പ്രയാസമുണ്ടോ? ഇത് സിമ്പിളായിട്ട് പറഞ്ഞു കളഞ്ഞൂടെ? അപ്പോൾ എന്താണ്, സേ ഇൻ വൈബ്രേഷൻ മാഗ്നറ്റോമീറ്റർ, if you are suspending two magnets like this, they oscillate. So time period of oscillation is equal to 2π root of I by MBH. You know the equation. Then here, see, this is a direction of magnetic dipole moment of one magnet. This is a dipole moment of second. Both are in the same direction. So what is a total magnetic dipole moment? M1 plus M2. Then what is a total moment of inertia? I1 plus I2. Substitute in the original equation. You will get the time period equation in this case. What about the next case? Here again the same two magnets, but see, here north south, here south north. See, south to north magnetic dipole moment, south to north magnetic dipole moment. So what is the total dipole moment? Bigger one minus smaller one. So it is M1 minus M2. What is the total moment of inertia? Moment of inertia നമുക്ക് ഇതൊന്നും നോക്കേണ്ട കാര്യമില്ല. So total moment of inertia is the sum of moment of inertia. Okay, then what is the equation for time period 2π root of I by MBH? Then what is I1 plus I2. What is M1 minus M2. Substitute here, you will get the equation to calculate time period in this equation. Okay, അപ്പോൾ ആ സിറ്റുവേഷൻ കഴിഞ്ഞേ ഇനി നമ്മൾ അടുത്ത ഒരു ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. നല്ല സിമ്പിൾ സാധനമാണ്, നമുക്ക് അറിയാം. നോക്കൂ, I have two identical magnets. രണ്ട് ഐഡൻറ്റിക്കൽ ആയിട്ടുള്ള മാഗ്നറ്റ്സ് എൻ്റെ കയ്യിലുണ്ട്. ഒരെണ്ണം ഇതാണ്, ഇത് സൗത്ത്, ഇത് നോർത്ത്. ഓക്കെ, അടുത്ത ഇതും തന്നെ. ഓക്കെ, ഇതിൻ്റെയും സൗത്ത് നോർത്ത് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഇനി പക്ഷെ മൊമെൻറ്റ്സ് ചെറിയ വ്യത്യാസമുണ്ട്. ഇപ്പം രണ്ടുപേരുടെ ഇരിക്കട്ടെ, ഐഡൻറ്റിക്കൽ മാഗ്നറ്റ്സ് ആണ്, മൊമെൻറ്റ്സ് എല്ലാം സെയിം. ഇപ്പം ഇതിൻ്റെ മൊമെൻറ്റിൻ്റെ ഡയറക്ഷൻ ഇതാണ്, ഇതിൻ്റെ മൊമെൻറ്റിൻ്റെ ഡയറക്ഷൻ ഇതാണ്. ആംഗിൾ ബിറ്റ്വീൻ ദീസ് ടു ഈസ് 60 ഡിഗ്രി. Okay, then what is the total magnetic dipole moment of this setup? ഈ സെറ്റപ്പിൻ്റെ ടോട്ടൽ മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് എത്രയാണ്? സിമ്പിൾ അല്ലേടാ. ടോട്ടൽ ഡൈപോൾ മൊമെന്റ് എങ്ങനെ കാണും? See, this is a dipole moment. I name it M1. This is another dipole moment, M2. See, two vectors. How will you find the resultant? Root of A square plus B square plus 2AB cos theta. അത് തന്നെയാണ് ഇവിടുത്തെ ഇക്വേഷൻ. അപ്പോൾ ടോട്ടൽ ഡൈപോൾ മൊമെന്റ് ഈസ് ഈക്വൽ ടു root of A square plus B square plus 2AB cos theta is the equation. ആണല്ലോ. ഇനി സന്തോഷമായിട്ട് ആൻസറുകളെല്ലാം പറയണം. ഇവിടെ രണ്ടിൻ്റെ മൊമെൻറ്റ്സ് ഈക്വൽ ആണ്. ഷാൽ ഐ ടേക്ക് ബോത്ത് ആസ് M0? സോ ആദ്യം തന്നെ M0 സ്ക്വയർ പ്ലസ് നെക്സ്റ്റ് ആൾസോ M0 സ്ക്വയർ പ്ലസ് 2M0 cos 60. ഓക്കെ, what is cos 60? sin 30. sin 30 എത്ര? 1/2. അപ്പോൾ 1/2. അപ്പോൾ ആൻസർ വരാൻ പോവാണ് റൂട്ട് ഓഫ് M0 സ്ക്വയർ പ്ലസ് M0 സ്ക്വയർ പ്ലസ് 2M0 സ്ക്വയർ ഇൻറ്റു cos 60 എന്ന് പറഞ്ഞാൽ 1/2. ഇത് രണ്ടും ക്യാൻസലായി. സോ റൂട്ട് ഓഫ് പറയൂ 3M0 സ്ക്വയർ. ഓക്കെ, സീക്വൽ ടു M0 വെളിയിലെടുത്തു, ബാക്കി റൂട്ട് 3. സോ ദിസ് ഈസ് എ ടോട്ടൽ മാഗ്നറ്റിക് മൊമെന്റ് ഓഫ് ദിസ് സെറ്റപ്പ്. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായോ? ഇപ്പോൾ രണ്ട് ഐഡൻറ്റിക്കൽ മാഗ്നറ്റ്സ്, അപ്പോൾ ഐഡൻറ്റിക്കൽ അല്ലെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾ വാല്യൂ ഇട്ട് കൊടുക്കണം. ഇതൊന്നും ഇനി പറയേണ്ട കാര്യമില്ല. ഇനി നമ്മൾ മാഗ്നറ്റിക് ഷീൽഡിങ് എന്താണ് പറയുക? മാഗ്നറ്റിക് ഷീൽഡിങ് അല്ലെങ്കിൽ മാഗ്നറ്റിക് സ്ക്രീനിങ്. എന്നിട്ട് നോട്ടിൽ ഞാൻ കൊടുത്തിരിക്കുന്നതുകൊണ്ട് പറയുന്നേ ഉള്ളൂ. മാഗ്നറ്റിക് ഷീൽഡിങ് അല്ലെങ്കിൽ മാഗ്നറ്റിക് സ്ക്രീനിങ് എന്ന് പറയും. ഒന്നുമില്ല, നമ്മളൊരു റീജിയനിൽ മാഗ്നറ്റിക് ഫീൽഡ് ഇല്ലാതാക്കുന്ന പരിപാടിയെ വിളിക്കുന്ന പേരാണ് മാഗ്നറ്റിക് സ്ക്രീനിങ്. ഇപ്പം നമ്മൾ ഇവിടെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടെന്ന് വെച്ചോ, ഒരു എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട് ഇവിടെയൊക്കെ. ഓക്കെ, അവിടെ ഒരു എന്താണ്
ഫെറോമാഗ്നറ്റിക്, ഇതൊരു ഫെറോമാഗ്നറ്റിക് മെറ്റീരിയലാണ്. അപ്പോൾ ഫെറോമാഗ്നറ്റിക് മെറ്റീരിയലിൻ്റെ ഒരു റിങ് വെച്ചാൽ നിങ്ങൾ തന്നെ ആലോചിക്കുക, ഫീൽഡ് ലൈൻസ് എല്ലാം ഇതുവഴി എന്നൊക്കെ ഫീൽഡ് ലൈൻസ് വന്ന് ഇതിലങ്ങ് കോൺസെൻട്രേറ്റ് ആവേ ഉള്ളൂ, അകത്തോട്ട് കയറത്തില്ല. അപ്പോൾ അകത്ത് മാഗ്നറ്റിക് ഫീൽഡ് 0 ആയിരിക്കും. അപ്പോൾ ഈ റീജിയനെ നമ്മളിപ്പോൾ എക്സ്റ്റേണൽ ഫീൽഡിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഈ പരിപാടിയെ വിളിക്കുന്ന പേരാണ് മാഗ്നറ്റിക് ഷീൽഡിങ് അല്ലെങ്കിൽ മാഗ്നറ്റിക് സ്ക്രീനിങ്. ഈ ഫെറോയെ നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ ഡയ വെച്ചാലും പോരെ. ഇപ്പം ഇതേ സിറ്റുവേഷനിൽ ഒരു ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽ വെച്ചാലോ എല്ലാ ഫീൽഡ് ലൈനിനെ ഇതിനകത്ത് അടുപ്പിക്കത്തില്ല, അടുത്ത പരേടം വഴി ഓടിച്ചു കളയും. കണ്ടില്ലേ? അപ്പോൾ ഇപ്പോഴും ഇതിൻ്റെ അകത്തുള്ള റീജിയനിൽ മാഗ്നറ്റിക് ഫീൽഡ് 0 ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ ഒരു റീജിയനിൽ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ വാല്യൂ 0 ആക്കുന്ന പരിപാടിയെ വിളിക്കുന്ന പേരാണ് മാഗ്നറ്റിക് ഷീൽഡിംഗ് ഓർ മാഗ്നറ്റിക് സ്ക്രീനിങ്. അപ്പോൾ എന്താണ് എന്താണ് പ്രൊട്ടക്ഷൻ ഓഫ് എ റീജിയൻ from external magnetic field is known by the name magnetic shielding or magnetic screening. Then a ring, what type of material? A ferromagnetic ring. When a ferromagnetic ring is placed inside an external magnetic field, inside the ferromagnetic ring, the magnetic field will be 0. Okay, this is what magnetic shielding. This can be done using what material also? Diamagnetic ring also. Okay, അപ്പോൾ ഇത് ഓർത്ത് വയ്ക്കണം. The protection of a region from external magnetic field is known by the name magnetic screening or magnetic shielding. അങ്ങനെ നമ്മുടെ ചാപ്റ്റർ അവസാനിച്ചിരിക്കുകയാണ്. സിമ്പിൾ ചാപ്റ്റർ അല്ലേ, ഒരു ബുദ്ധിമുട്ടില്ലാതെ ചാപ്റ്റർ കഴിഞ്ഞു. ഇനി എൻ്റെ ബാക്കി പ്രോബ്ലംസ് കുറച്ചുകൂടെ ഉണ്ട്. സോ വി വിൽ സോൾവ് ദ പ്രോബ്ലംസ് ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. അപ്പോൾ നന്നായിട്ട് പഠിച്ച് മിടുക്കന്മാരായിട്ട് വരിക. സോ വി മീറ്റ് ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. സോ ടാറ്റ.